എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് കേരളത്തിൽ. ഇപ്പോൾ ജലജന്യ രോഗങ്ങൾ കൂടുന്നുണ്ട്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വരുന്നു, പിന്നെ അമീബിക്. അത് പക്ഷേ വെള്ളം കുടിക്കുന്നതുകൊണ്ടല്ല, കുളിക്കുന്നതുകൊണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അത് ഈ എൻകഫലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ. പക്ഷേ പൊതുവേ ജലാശയങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം കാര്യമായിട്ട് ആരോഗ്യ രംഗത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ കേരളത്തിലെ പല പഠനങ്ങളിലും എടുത്തിട്ടുള്ള ഈ പല കിണറുകളിലും ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളത്തിലെല്ലാം തന്നെ ഫീക്കൽ കണ്ടാമിനേഷൻ, മനുഷ്യമലം കലർന്നിട്ടുള്ളതായിട്ടാണ് അതിൻ്റെ ഈ കൊളൈ കൗണ്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ് എന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ നേരത്തെ കൾച്ചറലായിട്ട് നമുക്കുണ്ടായിരുന്ന ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറേ രക്ഷപ്പെട്ട് നിന്നിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവേ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ പുതിയ തലമുറ എടുത്ത് നോക്കിയാൽ അവർക്ക് അങ്ങനെയുള്ള തിളപ്പിച്ച വെള്ളത്തിനോട് വലിയ താല്പര്യമില്ലാതെയാണ് കാണുന്നത്. അവർക്ക് വെള്ളം നേരിട്ട് കുടിക്കാനാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പൊതുവേ ഈ എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഒരു വലിയ ഇഷ്യൂ ആണ്. ഞാൻ അടുത്ത കണ്ട ഒരു പേപ്പറിൽ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും അവർ പറയുന്നത് താലേറ്റ് എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റിക്സ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ചെയ്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് ആവും. അത് ജലത്തിൽ കണ്ടമാനം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് നോക്കുന്ന പോലുമില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ശരീരത്തിൽ കടക്കുന്നുണ്ടെന്നും അതുവഴി ഹാർട്ട് ഡിസീസും അങ്ങനെയുള്ള വലിയ രോഗങ്ങളൊക്കെ വരാമെന്നുള്ള ഒരു പേപ്പർ ഈ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. അതിൽ ഇന്ത്യയും അവർ ഒരു ഡാറ്റാബേസായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അത് 100% ശരിയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതൊരു പോയിൻ്ററാണ്. അതായത് ഈ എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ പലതരത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നുള്ളത്. നമ്മളത് തീരെ അതിനെക്കുറിച്ച് ബോധേഡല്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ അത് നോക്കേണ്ടതിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റ്സിനും കൂടെ ആണ് അതിൻ്റെ ചാർജ്. അതായത് ഇപ്പോൾ ഈ ഫുഡ് സേഫ്റ്റിയൊക്കെ പരിശോധിക്കുക, ഹോട്ടൽസിൻ്റെ സേഫ്റ്റി അതൊക്കെ നോക്കേണ്ടത് അവരും കൂടെയാണ്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഭാവനം ചെയ്തിരുന്നത് ഇപ്പോൾ ജനകീയ ആസൂത്രണമൊക്കെ കഴിഞ്ഞ് ലോക്കൽ പഞ്ചായത്ത് തരത്തിൽ ഭരണം വരുമ്പോൾ അവരിത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യും എന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നുണ്ടെന്ന്. ഒന്നാമത് അതിന് മാത്രമുള്ള ആളുകൾ അവർക്കില്ല, അതെല്ലാം പരിശോധിക്കാൻ മാത്രമുള്ള. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ, കിച്ചൻ്റെ വൃത്തി, അങ്ങനെ ഇപ്പോൾ പല നഗരങ്ങളിലും വലിയ നഗരങ്ങളിലൊക്കെ നോക്കിയപ്പോൾ ന്യൂയോർക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി, അവരുടെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഹോട്ടൽസ് നോക്കുന്നത്. അപ്പോൾ അതിന് അവരുടെ ഈ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അവർ കിച്ചണിൽ വന്നിട്ട് ഇപ്പോൾ ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അടച്ചേ പറ്റൂ, അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള നിയന്ത്രണം നമ്മുടെ നാട്ടിൽ സാധ്യമല്ല ഇന്നത്തെ നിലയ്ക്ക്. ഇനി എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈപ്പ് ഓഫ് ഭക്ഷണം അതൊരു വശം. പക്ഷേ അതിലിപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ലോകത്ത് പലയിടത്തും കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് അതിനത് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പൊതുവേ നമ്മുടെ കാലറി ഇൻടേക്ക് കൂടിയിട്ടുണ്ട്. അത് കൂടുതൽ ഇപ്പോൾ ഒന്നാമത് വെറൈറ്റി കൂടുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതൊരു വലിയ ഇഷ്യൂ. നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ആകെ 3-4 സാധനങ്ങൾ, ചോറും കറിയും അല്ലാതെ ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ തന്നെ പലരോടും ചെന്ന് പല സമൂഹങ്ങളിലും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഈ ഹൃദ്രോഗത്തിനെ കുറിച്ചും ഡയബറ്റീസിനെ കുറിച്ചും പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നല്ലതല്ല, കൂടുതൽ പൊരിച്ച അങ്ങനത്തെ കൂടുതൽ കാലറി കണ്ടൻറ്റുള്ള കാര്യങ്ങൾ, ഇറച്ചി, ബീഫ്, അങ്ങനത്തെ കാര്യങ്ങൾ ദിവസേനയൊന്നും കഴിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ലഭിച്ചു തുടങ്ങിയത്, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇത് കാണാൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കത് കഴിക്കാനും വയ്യാന്ന് പറയുന്നത്, അപ്പോൾ അത് നാച്ചുറലി അവരത് അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊരു വലിയൊരു ബാരിയറാണ്. നമ്മൾ ആരോഗ്യം മാത്രം നോക്കിയിട്ടല്ല ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു തലമുറ വരുമ്പോൾ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെ വേറെ അടുത്ത തലമുറ വരുമ്പോൾ അവർ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുകയും ജിമ്മിൽ പോവുക, അത് കഴിക്കില്ല ഇത് കഴിക്കില്ല ആ രീതിയിലോട്ട് മാറുന്ന. അപ്പോൾ വേഗനിസമൊക്കെ അമേരിക്കയിലുമൊക്കെ വലിയൊരു ഫാഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലം വരെ കാത്തിരിക്കേണ്ടി വരുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ.